ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 110ആയി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. നിലവിൽ 130-ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കൂടുതൽ പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും പരിക്കേറ്റവരെയും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിൽ എയർലിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, പി എ മുഹമ്മദ് റിയാസ്, ഒ ആർ കേളു, എ കെ ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ സംഭവസ്ഥലത്ത് തങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല മേഖലയിൽ ഇന്നു പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാടുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ എത്രയും വേഗം ബന്ധുക്കൾക്ക് കൈമാറുമെന്നും മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത സാഹചര്യത്തിൽ ജനിതക പരിശോധനകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ദുരിത മേഖലകളിലും ഭക്ഷണവും അവശ്യവസ്തുക്കളും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി. കേന്ദ്ര ഏജൻസികളുമായുള്ള ഏകോപനം, ദുരന്തമുഖത്തെ സേനാ വിഭാഗങ്ങളുടെ വിന്യാസം, ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൌകര്യങ്ങൾ എന്നിവ അവലോകനം ചെയ്തു. ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന സഹായം നൽകാം. ദുരിതാശ്വാസ സഹായമായി വസ്തുക്കൾ വാങ്ങിയവർ അതാത് ജില്ലയിലെ കളക്ടറേറ്റിൽ 1077 എന്ന നമ്പറിൽ അറിയിക്കണം. പുതുതായി ഒന്നും വാങ്ങേണ്ടതില്ലെന്നും ആവശ്യമുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. NDRFന്റെ 3 സംഘങ്ങൾ കൂടി നാളെയെത്തും. സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തും. കൂടുതൽ സമാന്തര പാലങ്ങൾ നിർമ്മിക്കാൻ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തുമെന്നും വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദുഃഖാചരണ കാലയളവിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെക്കും. സംസ്ഥാനത്ത് കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്, പത്തനംതിട്ട, കാസർഗോഡ്, തൃശൂർ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഓഗസ്റ്റ് 2 വരെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായി PSC അറിയിച്ചു. എന്നാൽ അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. കേരളത്തിൽ അടുത്ത 48 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെ 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. ഇടുക്കിയിലും കനത്ത മഴ പലയിടങ്ങളിൽ നിരവധി വീടുകൾ തകരുകയും റോഡുകൾ ഒലിച്ചു പോവുകയും ചെയ്തു. തുടർച്ചയായി മണ്ണിടിഞ്ഞു വീഴുന്നതിനാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. മലങ്കര, കല്ലാർകുട്ടി, പൊന്മുടി ഡാമുകൾ തുറന്നുവിട്ടു. മുതിരപ്പുഴയാർ, പെരിയാർ നദികളുടെ തീരങ്ങളിൽ ജാഗ്രത പുലർത്തണം. വയനാട്ടിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. 9656 938689 എന്ന നമ്പറിലോ 8086010833 എന്ന നമ്പറിലോ ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടാം. പോലീസ് ആസ്ഥാനത്തും പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. 9497900402 എന്ന നമ്പറിലും 0471272156 എന്ന നമ്പറിലും സേവനം ലഭ്യമാകും. 1077 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വയനാട് ജില്ലാ ഭരണകൂടവും കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ സംഘം യോഗം ചേർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി രാത്രി 9:45.